Hi friends, welcome back to my channel. This is It's Not a Problem. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ് ഉള്ള ലെസണാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ലെസൺസ് ഇനി നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്നുള്ള ലെസൺ പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ടെക്സ്റ്റ് ആദ്യം തന്നെ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. Man's sea voyages in search of the unknown world for wealth and to satisfy curiosity have a long history. Where could these explorers have reached in search of a new world? Some of them have gone around the world traveling exclusively along sea routes. It is possible to go around the world along a land route. Find this out from the globe in your social science lab. Try to answer the following questions by observing the world map in the social science lab. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ മാപ്പ് ഉണ്ടെങ്കിൽ അത് നോക്കുക. വിച്ച് കളർ റെപ്രസെൻറ്റ്സ് ദ മേജർ പാർട്ട് ഓഫ് ദ മാപ്പ്? ഏത് കളറാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഏത് കളറാ? ബ്ലൂ ആണല്ലേ. ബ്ലൂ കളറാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി വാട്ട് ഡസ് ദ കളർ ഇൻഡിക്കേറ്റ്സ്? എന്തിനാണ് സൂചിപ്പിക്കുന്നത്? വെള്ളം, വാട്ടർ. ഓക്കെ. ഇനി these vast water bodies are called oceans. These vast water bodies are called oceans. About 2/3 of the Earth's surface is covered by oceans. About 2/3 of Earth is covered by ocean. എർത്തിനെ മൂന്നായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ 2 ഭാഗവും വെള്ളമാണ്, ഒരു ഭാഗം മാത്രമാണ് കരയായിട്ടുള്ളൂ. The other areas represents in different colors signify the land. Continents are vast land masses. വലിയ ഭൂഖണ്ഡങ്ങൾ എന്ന് വെച്ചാൽ വലിയ ലാൻഡ്, ഭൂമിയാണ്. ലൊക്കേറ്റ് ഇൻ ബിറ്റ്വീൻ ദ ഓഷ്യൻസ്. ഓഷ്യൻസിൻ്റെ നടുക്കായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ദ കോണ്ടിനെൻറ്റ്സ് ഫ്രം യുവർ ഗ്ലോബ്. ഏതൊക്കെ കോണ്ടിനെൻറ്റ്സ് ആണുള്ളത്? ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഓക്കെ. ലെറ്റ് us examine the features of the continents one by one. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഏഷ്യൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാം. ഏഷ്യ ഇസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ. ഇറ്റ് ഈസ് ദ വേൾഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെൻറ്റ്. ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. നമ്മുടെ ഇന്ത്യ ഈ ഭൂഖണ്ഡത്തിൻ്റെ ഒരു പാർട്ടാണ്. മൗണ്ട് എവറസ്റ്റ്, ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഈസ് സിറ്റുവേറ്റഡ് ഹിയർ. ഇവിടെയാണ് മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് ഏറ്റവും ഹയസ്റ്റ് പീക്ക് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് എവറസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യയിലാണ്. ദ കോണ്ടിനെൻറ്റ് ഹാസ് റീജിയൻസ് ദാറ്റ് എൻജോയ് ഡൈവേഴ്സ് ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ലൈക്ക് ഹെവി റെയിൻഫോൾ, ലോ റെയിൻഫോൾ, സ്നോഫോൾ, എക്സ്ട്രീം ഹീറ്റ്, മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ്. അപ്പോൾ ഇവിടെ പലതരം ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹെവി റെയിൻഫോൾ, ലോ റെയിൻഫോൾ, നല്ല ശക്തമായിട്ടുള്ള മഴ, സാധാരണ പോലത്തെ ഉള്ള മഴ, സ്നോഫോൾ, എക്സ്ട്രീം ഹീറ്റ് കടുത്ത ചൂട്, മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ് ചെറിയ ചൂടും തണുപ്പും. ക്രോപ്സ് ലൈക്ക് പാഡി, വീറ്റ് ആൻഡ് മെയ്സ് ആർ കൾട്ടിവേറ്റഡ് ഇൻ ദിസ് കോണ്ടിനെൻറ്റ്. ഏഷ്യ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാഡി ഇൻ ദ വേൾഡ്. ഏഷ്യയാണ് നെല്ലിൻ്റെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The lofty Himalayas. The Himalayas are the world's highest mountain range, located in the north of India in the continent of Asia. It greatly influences the climate
and the culture of India. The mountain range acquired the name Himalaya from its several permanently snow-covered peaks, including the Mount Everest in Nepal, which is the highest peak in the world. Collect the pictures of important plants and animals in Asia from the internet. This can be kept in the separate folder on the computer in your social science lab. ഇനി നമുക്ക് ആഫ്രിക്കേൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് മനസ്സിലാക്കാം. ആഫ്രിക്ക ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. ആഫ്രിക്ക സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ്റെയും അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയും നടുവിലായാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാൻഡ് സെക്കൻഡ് ഇൻ പോപ്പുലേഷൻ. മോസ്റ്റ് ഓഫ് ദ റീജിയൻസ് ആർ ഡെസേർട്ട്. അവിടെ കൂടുതലും മരുഭൂമിയാണ്. ഹെൻസ് അഗ്രികൾച്ചർ ഈസ് പെയർ. അപ്പോൾ എന്തെങ്കിലും കൃഷിയൊക്കെ അവിടെ കുറവായിരിക്കും. ഈ ഫോട്ടോ ഉണ്ടോ, ഇതാണ് ആഫ്രിക്കൻ ട്രൈബൽസ് ആണ്. ഇത് ആഫ്രിക്കൻ എലിഫൻറ്റ്. ദ സഹാറ, ദ വേൾഡ് ലാർജസ്റ്റ് ഡെസേർട്ട് ഈസ് ലൊക്കേറ്റഡ് ഹിയർ. വേൾഡ് ലാർജസ്റ്റ് ഡെസേർട്ട് ഏതാണ്? മരുഭൂമി സഹാറ. ദ നൈൽ, ദ വേൾഡ് ലോങ്ങസ്റ്റ് റിവർ ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനെൻറ്റ്. ഏറ്റവും വലിയ റിവർ ഈ ആഫ്രിക്കയിലേക്കൂടെയാണ് ഒഴുകുന്നത്. അത് ഏതാത്? നൈൽ. ഓക്കെ, ഇതാണ് സഹാറ ഡെസേർട്ട്. ഡെൻസ് ഫോറസ്റ്റ് വിത്ത് ദ വേൾഡ് റിച്ചസ്റ്റ് ആനിമൽസ് ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ഇൻ ദിസ് കോണ്ടിനെൻറ്റ്. Collect the pictures of the important plants and animals in Africa from the internet. This can kept in the separate folder on the computer in your social science lab. The Nile. The Nile coursing through Northeast Africa is the longest river in the world. It has an approximate length of 6,850 kilometers and is known as an international river because it flows through 11 countries. The Nile is usually described as the lifeblood of nations like Egypt and Sudan. ഇനി നമുക്ക് നോർത്ത് അമേരിക്കയെ കുറിച്ച് പഠിക്കാം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ പസഫിക് ഓഷ്യൻ ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ. പസഫിക് ഓഷ്യൻ്റെയും അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയും നടുവിലാണ്. ഇറ്റ്സ് സ്റ്റാൻഡ്സ് തേർഡ് ഇൻ സൈസ്. അത് വലുപ്പത്തിൽ മൂന്നാം സ്ഥാനത്താണ്. Mount MC Kinley is in the Alexa mountain range is the highest peak. The 5 Great Lakes, which together hold 21% of the world's availability fresh water, are located here. The Inuit Eskimos living in snow-covered regions are a special feature of this continent. Inuits എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൈബാണ് കേട്ടോ. ഇനുയിറ്റ്സ് അല്ലെ എസ്കിമോസ്. The climate and soil are suitable for agriculture. അവിടുത്തെ ക്ലൈമറ്റും സോയിലൊക്കെ അഗ്രികൾച്ചറിന് പറ്റിയതാണ്. ഇറ്റ് ഈസ് വേൾഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ്. ഗോതമ്പിൻ്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറാണ് അവിടെ. Collect the pictures of animals and plants in North America from the internet. Save them in a separate folder on this computer in your social science lab. ഇതാണ് ന്യൂയോർക്ക്. ഇത് ഇനുയിറ്റ്സ് നേരത്തെ പറഞ്ഞ ട്രൈബാണിത്. വീറ്റ് ഫീൽഡ് ഇൻ നോർത്ത് അമേരിക്ക. ഇനി ഐസ് ഹോംസ്. ഈ ഇനുയിറ്റ്സ് ഒക്കെ താമസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് ഉള്ള സ്ഥലത്തായിരിക്കും. The Inuit Eskimos living in the frozen regions of the North Pole make temporary houses with block of ice. ഐസിൻ്റെ ബ്ലോക്കുകൾ വെച്ചായിരിക്കും അവർ വീടുണ്ടാക്കുന്നത്. These are known as igloos. അതിനെന്താണ് igloos? The 5 Great Lakes. The Lake Superior, Michigan, Huron, Erie and Ontario, located in Canada and the United States of America, are collectively known as 5 Great Lakes of North America. അപ്പോൾ ഈ 5 ലേക്സിനെയും
known as 5 Great Lakes of North America. നോർത്ത് അമേരിക്കയുടെ 5 Great Lakes എന്നാണ് അറിയപ്പെടുന്നത്. ഇനി സൗത്ത് അമേരിക്ക. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പെസഫിക് ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാ? പസഫിക് ഓഷ്യൻ്റെയും അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയും നടുവിലായിട്ടാണ്. ഇറ്റ് ഈസ് സ്റ്റാൻഡ്സ് ഫോർത്ത് ഇൻ സൈസ്. അത് 4ാമതാണ് സൈസിൽ നിൽക്കുന്നത്. മൗണ്ട് അക്കൻഗ്വാവ ഇസ് ദ ഹയസ്റ്റ് പീക്ക്. അക്കൻഗ്വാഗ എന്ന് പറഞ്ഞ പീക്കാണ് ഹയസ്റ്റ് പീക്ക്. റിവർ ആമസോൺ വിത്ത് ദ ലാർജസ്റ്റ് ഷെയർ ഓഫ് ഫ്രഷ് വാട്ടർ ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനെൻറ്റ്. ആമസോൺ എന്ന് പറഞ്ഞാൽ with the largest share of fresh water flows through this continent. The dense forest of the Amazon River basin, situated to the north of South America, are rich in diverse plant and animal life. Cattle rearing is an important occupation of the people. The coffee plantation in Brazil, the Amazon River, commercial cattle rearing. Don't step into the river. Piranha is type of fish found in river Amazon. അപ്പോൾ പിരാന ഇസ് എ ടൈപ്പ് ഓഫ് ഫിഷ്, ഒരു മീനാണ്. അത് കണ്ടുവരുന്നത് ആമസോൺ റിവറിലാണ്. ദേ ഹാവ് എക്സ്ട്രീംലി ഷാർപ്പ് ടീത്ത്. നല്ല കൂർത്ത പല്ലുകളാണ്. വിച്ച് they ferociously attack other fishes and animals and finish them off within seconds. ഒറ്റ കടി കൊണ്ട് ആനിമൽസിനെയും ഫിഷസിനെയൊക്കെ തിന്നാൻ പറ്റുന്ന രീതിയിലുള്ള പല്ലുകളാണ് അവർക്കുള്ളത്. ടാപ്പിയോക്ക ഇസ് എ foreigner. Tapioca, the favorite food of Keralites, originated in South America. Many of our agriculture crops have come from South America. അപ്പോൾ ടാപ്പിയോക്ക എവിടെ നിന്നാണ് വന്നേക്കണേ? നമ്മുടെ ഇഷ്ടമുള്ള സാധനമാണ് ടാപ്പിയോക്ക. ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഇൻ സൗത്ത് അമേരിക്കയിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. മെനി ഓഫ് ദ അഗ്രികൾച്ചർ ക്രോപ്സ് ഹാവ് കമ്മിങ് ഫ്രം. അപ്പോൾ നമ്മളിവിടെ കൃഷി ചെയ്യുന്ന ഇപ്പോൾ പല സാധനങ്ങളും സൗത്ത് അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഓഫ് സൗത്ത് അമേരിക്ക ഫ്രം ദ ഇൻ്റർനെറ്റ് ആൻഡ് സേവ് ദം ഇൻ എ സ്പിരിറ്റ് ഫോൾഡർ ഓൺ ദ കമ്പ്യൂട്ടർ ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ എന്ന ഓപ്ഷൻ ഒന്ന് നിൽക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.